നിങ്ങളുടെ കുട്ടിയും വിരൽ ഇതുപോലെ വായിലിടാറുണ്ട്. ഇത് എത്ര വയസ്സ് വരെയാണ് നോർമൽ, എത്ര വയസ്സ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. കുട്ടികൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത്? ഇത് അവർക്കൊരു സൂത്തിങ് ഹാബിറ്റാണ്. ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടി, ഒരു ഇൻസെക്യൂരിറ്റി തോന്നുമ്പോൾ, വിശപ്പ് തോന്നുമ്പോൾ, പേരൻസ് ബിസി ആയിട്ടിരിക്കുമ്പോൾ, ടയർഡ്നെസ് വരുമ്പോൾ, ബോറടിക്കുമ്പോഴൊക്കെ അവർക്കൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ഹാബിറ്റാണ്. ഇതൊരു ബാഡ് ഹാബിറ്റ് അല്ല. ഒരു 2 വയസ്സ് വരെ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്രാജുവലി ഇത് മാറുന്നതായിരിക്കും. സ്കൂളിൽ പോകുന്ന പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ ഇത് നിർത്തുന്നതായിരിക്കും. ഒരു 4 വയസ്സിന് ശേഷം കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് പല്ലിനെ ബാധിക്കുന്നതായിരിക്കും. പല്ലിൻ്റെ അലൈൻമെൻറ്റ്, സ്പീച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ജോയുടെ ഷേപ്പ് ചേഞ്ചസ്, ദെൻ വിരലിന് ചുറ്റും സ്കിൻ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മൾ അവരോട് വഴക്ക് പറയാനോ ദെൻ കളിയാക്കാനോ, ഇത്ര വലിയ കുട്ടിയല്ലേ കളിയാക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ദെൻ വിരലിലൊക്കെ മുളക് പൊടി അങ്ങനത്തെയൊക്കെ തേക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. അത് ഹാബിറ്റ് വേഴ്സ് ആക്കത്തേ ഉള്ളൂ. പകരം നമ്മൾ അവർക്കൊരു കംഫർട്ട് കൊടുക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണോ, ആൻസൈറ്റി ഇഷ്യൂസ് കൊണ്ടാണോ, എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ കുട്ടികൾക്ക് റിയഷുറൻസ് കൊടുക്കുക. ദെൻ അവർ വായിൽ വിരൽ വെക്കാത്ത സമയത്ത് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ദെൻ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. വിരൽ വെക്കുന്ന സമയത്ത് കളിപ്പാട്ടം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വരയ്ക്കാൻ എന്തെങ്കിലും ബുക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്ത് നോക്കുക. ദെൻ ഒരു കംഫർട്ട് കിട്ടുമ്പോഴത്തേക്ക് ഈ ഹാബിറ്റ് ഗ്രാജുവലി മാറുന്നതായിരിക്കും. ഒരു 5 വയസ്സിന് ശേഷം നമുക്ക് പല്ലിന് ഇഷ്യൂസോ സ്പീച്ച് ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഡോക്ടറെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. സോ ഇതിപ്പോൾ തന്നെ എല്ലാ പേരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക.